ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് നമ്മളെ പുഷ്പ 2 ദി റൂൾ. ഒന്നും പറയാനില്ല, പക്ക ഫ്ലോപ്പ് പടം. അങ്ങനെ കാരണം അല്ലു അർജുൻ്റെ ബിഗ് ഫാനാണ് ഞാൻ. ഫഹദ് ഫാസിൽ അറിയാലോ, അവരെ നാച്ചുറൽ ആക്ടറാണ് നമ്മളെ ഫഹദ്. പക്ഷേ ഇതിനകത്ത് അത്രയും ഹൈപ്പ് കൊണ്ടിരുന്നുണ്ട്. നിങ്ങൾ കുറേ റിവ്യൂ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ജാസ്തി പറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു വികാരം, കാരണം അത്രയും നമ്മൾ കാണണം, വേറെ ലെവലായിരിക്കും പടം. അങ്ങനെ വിചാരിച്ചിട്ട് കണ്ണൂർ സവിതയിൽ പോയി കണ്ട്. അത് ഫസ്റ്റ് ഇന്നലെ ഇറങ്ങിയ 6:15 ഷോന് പോയതാ. 3.5 മണിക്കൂർ ഉണ്ട് പടം. അതും കൂടി ആലോചിക്കണം. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് ഒക്കെ സെക്കൻഡ് ഹാഫ് ഈ എന്താ പറയണ്ടേ, ഈ ഹീറോനെ ഇങ്ങനെ എയറിൽ കൊണ്ടുപോവാം. അങ്ങനെ തന്നെ വച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വില്ലൻ ഫഹദ് ഫാസിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആവേശം, നമ്മളെ ഷമിയില്ലേ, അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് കണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പടമാണെങ്കിൽ നല്ലത് തന്നെ പറഞ്ഞു, മോശമാണെങ്കിൽ മോശം. അതിപ്പോൾ ഫഹദ് ഫാസിലായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ആരായാലും ഉള്ളത് പറയണമല്ലോ. നമ്മൾ അങ്ങനെയും ചിലപ്പോൾ ഒപ്പിച്ചടിച്ചിട്ടെല്ലാം പോകുന്നതായിരിക്കൂലേ ഒരു പടം കാണാൻ, ഇല്ലെങ്കിൽ നമ്മളവർ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും പോകുന്നതായിരിക്കും. അപ്പോൾ പടം ഫസ്റ്റ് കണ്ടിട്ട് പോയ ആ ഒരു മൂഡും വെച്ചിട്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. കാരണം റിയലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേറെ ലെവലിൽ പടമാണ് പുഷ്പ 1. ഇത് പുഷ്പ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമാളിത്തരം മാതിരിയുണ്ട്. പിന്നെ കുറച്ച് പാസം, അതിൻ്റെ അകത്ത് കുറേ സെൻറ്റിയെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. സെൻറ്റി എന്ന് പറഞ്ഞാൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പോയി കണ്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോണിൽ വന്നാൽ കാണുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അല്ല, അങ്ങനെ പറയണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ആയ മനസ്സിലുള്ള ഒരു ഇത്. അല്ല, അത്രയും കഷ്ടപ്പെട്ടിട്ടെല്ലാം പോയതാ. പിന്നെ അടുത്ത ഇതിന് വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താവോ നമുക്ക് പറയാൻ കഴിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല അടുത്ത എന്താന്ന്. പക്ഷെ ഇതപേക്ഷിച്ചിട്ട് അടുത്തത് ബെറ്റർ ആയെങ്കിൽ രക്ഷപ്പെട്ടു. പുഷ്പ 1 കണ്ട ആ ലെവലിൽ നിങ്ങൾ ദയവായിട്ട് ആ ഒരു റേഞ്ചും വെച്ചിട്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. പുഷ്പ 2 എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഒരു ഫാൻറ്റസി. ഫഹദ് ഫാസിലിൻ്റെ ഒരു ആവേശമെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഫഹദ് ഫാസിൽ ഇതിൻ്റെ അകത്ത് ആവേശമേ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അകത്ത് അമ്പാന് പകരം വേറൊരു ചങ്ങായിൻ്റെ പേര് വിളിക്കുന്നത് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഫഹദ് ഫാസിലിനെ ഒരു കുറ്റമായിട്ട് ഇതാന്ന് പറയുന്നില്ല, കാരണം വേറെ ലെവലിലുള്ള വില്ലനീസാണ് ഇതിൻ്റെ അകത്ത്. അങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ട് പറയുന്നതാണ്. അല്ലു അർജുൻ അടക്കം വന്നിട്ട് ഇൻ്റർവ്യൂവിലും അതിലും ഇതിലെല്ലാം ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെന്നാൽ ആ ഒരു മനസ്സിൽ നമ്മൾ മലയാളീസ് ഫുൾ ആവേശത്തോടെ പോയി കാണുന്നതല്ലേ. ഒന്നുമില്ല, നമ്മളെ ഫാഫയുണ്ട്, പിന്നെ നമ്മളെ മല്ലു അർജുൻ, ഇതെല്ലാം വിചാരിച്ച് പോകുന്നതല്ലേ. ഒന്നും പറയാനില്ല ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തന്നെ എനിക്കൊന്നും പറയാനില്ല. പടം ഫോണിൽ വന്നാലേ, നെറ്റ്ഫ്ലിക്സിൽ വന്നാൽ കണ്ടോ, അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്.